അർപ്പണബോധത്തോടെ നിശ്ചയദാർഢ്യത്തോടെ ഈ സർക്കാർ മുന്നോട്ട് പോകും. അത് ജനങ്ങളോട് നൽകിയ കാര്യങ്ങൾ, അവരോട് പറഞ്ഞ കാര്യങ്ങൾ, അവർക്ക് കൊടുത്ത വാക്ക്, ആ വാക്ക് പാലിച്ചുകൊണ്ട് വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഒരു പുതിയുഗ കേരളത്തെ കെട്ടിപ്പടുക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ പുതിയുഗ കേരളം യാഥാർത്ഥ്യമാക്കാനുള്ള കൂട്ടായ പരിശ്രമം ഉണ്ടാകും. ഞാൻ കരുതുന്നത് ആർക്കും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കൂട്ടായി എല്ലാവരും ചേർന്ന്, നമ്മളെല്ലാവരും ചേർന്നൊരു ടീം ബിൽഡ് ചെയ്ത് നമുക്ക് കേരളത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി ചില സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞ ഒരു അര നൂറ്റാണ്ട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മേഖലകളിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മിഷണറിമാരുടെ കാലം മുതൽ, രാജാക്കന്മാരുടെ കാലം മുതൽ, ജനാധിപത്യ സർക്കാരുകൾ അധികാരത്തിൽ വന്ന കാലം മുതൽ ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അധികാരത്തിലിരുന്ന എല്ലാ ജനാധിപത്യ സർക്കാരുകളും അക്കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതൊന്നും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പക്ഷെ അതേസമയം സർ, നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന പല സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും ഇന്ന് സ്റ്റാഗ്നന്റാണ്, മന്ദതയിൽ നിൽക്കുകയാണ്, അവിടെ നിൽക്കുകയാണ്. കാലാനുസൃതമായ മാറ്റം പല രംഗത്തും നമുക്കുണ്ടായിട്ടില്ല. പല പദ്ധതികളും നടപ്പാക്കാൻ നമുക്ക് സ്വപ്നങ്ങളില്ലാതെ ഇരുന്നിട്ടല്ല, നമുക്ക് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുണ്ടാകുന്ന അനാവശ്യമായ കാലതാമസം നമ്മളെ, കേരളത്തെ ഇപ്പോൾ പിന്നോട്ട് നടത്തിയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അത് രാഷ്ട്രീയമായി പരസ്പരം കുറ്റപ്പെടുത്തുന്ന ജനാധിപത്യ സമ്പ്രദായം ഒന്നും തെറ്റല്ല. പക്ഷെ രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തലിന്റെ അപ്പുറത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഡിസ്കോസാണ്. അതിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത് ആ ഡിബേറ്റിലും ഡിസ്കോസിലൂടെയാണ്. സാർ, ആ സംവാദം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും നടക്കുന്ന സംവാദങ്ങളിൽ ഒരു ഔട്ട്കം ഉണ്ടാകണം, ഒരു റിസൾട്ട് ഉണ്ടാകണം. ആ റിസൾട്ട് കേരളത്തിന് മാറ്റമുണ്ടാക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന് മാറ്റമുണ്ടാക്കാൻ ഉതകുന്ന ഒരു ഡിബേറ്റ് കേരളത്തിൽ നടക്കണം. ഗവൺമെന്റിനെ വിമർശിക്കണം, ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ ചൂണ്ടിക്കാട്ടണം. ഗവൺമെന്റ് ആ തെറ്റുകൾ തിരുത്തും. തെറ്റാണ് എന്ന് തോന്നിയാൽ തിരുത്താൻ ഒരു മടിയും ഈ ഗവൺമെന്റിനുണ്ടാവില്ല. അതിന്റെ അപകർഷതാബോധത്തിന്റെ പ്രശ്നമില്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അധികാരമുണ്ട്. ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, ജനപ്രതിനിധികളായ നിങ്ങൾക്ക്, ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും പെട്ടവർക്ക്, മാധ്യമങ്ങൾക്ക്, പൊതുസമൂഹത്തിന് ചൂണ്ടിക്കാണിച്ചാൽ തെറ്റാണ് എന്ന് ബോധ്യമായാൽ അത് തിരുത്തി മുന്നോട്ട് പോകും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷെ മാറ്റമുണ്ടാകണം. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഗവൺമെന്റിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ഒരു പ്രതിപക്ഷമാണ്. ഗവൺമെന്റിനെ ഞങ്ങൾ ശക്തമായി വിമർശിച്ചപ്പോൾ, ഗവൺമെന്റ് എവിടെയെല്ലാം പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ, ആ സർക്കാർ പരാജയപ്പെട്ട സ്ഥലത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ 2 വർഷം മുമ്പേ ചർച്ച തുടങ്ങി. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗങ്ങളിൽ, പൊതുവായ കാര്യങ്ങളിലെല്ലാം നിരവധി വിദഗ്ധരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തി, കോൺക്ലേവ് നടത്തി, നിരവധിയായ ഡോക്യുമെന്റുകൾ ഞങ്ങൾ രൂപപ്പെടുത്തി ഞങ്ങളൊരു ചർച്ച ആരംഭിച്ചിരുന്നു. സാർ, അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പുതുയുഗ യാത്രയിൽ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആ മാറ്റങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കും. സംസ്ഥാനത്ത് മാറ്റമുണ്ടാകണം. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് രംഗങ്ങളിൽ സമഗ്രമായ മാറ്റമുണ്ടാകണം. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങൾ ഈ ലോകത്തിന്റെ മുഴുവൻ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റാൻ നമുക്ക് കഴിയും, നമുക്ക് കഴിയണം. സാർ, നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. ബ്രെയിൻ ഡ്രെയിനാണ് നടക്കുന്നത് കേരളത്തിൽ. എല്ലാവരും പോകുന്നത് തടയാൻ കഴിയില്ല. ലോകത്തിലെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണോ ഈ കുട്ടികൾ പോകുന്നത്? അല്ല. അപ്പൊ അതിനൊരു നമുക്കൊരു മാറ്റമുണ്ടാകണം. ആ മാറ്റമുണ്ടാകണമെങ്കിൽ ഉന്നതമായ വിദ്യാഭ്യാസ സമ്പ്രദായം, സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകണം.
നമുക്ക് ആരോഗ്യരംഗത്ത് ലോകത്തിന്റെ മുഴുവൻ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തിലെ മാറ്റണമെങ്കിൽ ആരോഗ്യരംഗത്ത് മാറ്റമുണ്ടാകണം. നമ്മുടെ കേരളത്തിന്റെ സവിശേഷതകളെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിക്കണം. ഞങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്നത്, ഞങ്ങളുടെ നയം എന്താണ് എന്നാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗം ആരോടുമുള്ള യുദ്ധപ്രഖ്യാപനമല്ല. അങ്ങനെ ഒരു യുദ്ധപ്രഖ്യാപനം ഈ നയപ്രഖ്യാപനത്തിൽ ഇല്ല. ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ സമീപനം, ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പാക്കും. സർ, ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ 2 ഗ്യാരണ്ടികൾ 5 എണ്ണത്തിൽ ആ 2 ഗ്യാരണ്ടികൾ തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ആദ്യഘട്ടം ഈ 15-ാം തീയതി പ്രഖ്യാപിക്കും. 15-ാം തീയതി മുതൽ അത് നടപ്പാവുകയാണ്. സർ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയിരിക്കുക. ഒരു വകുപ്പുണ്ടാക്കി, അത് ആ തീരുമാനമെടുത്തു. ആ തീരുമാനം ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടിയാണ്. ഒരുപാട് ലക്ഷ്യങ്ങൾ, അത് ലോകത്തിലെ പല മാതൃകകളും കേരളത്തിൽ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, ഒരു സൊസൈറ്റി പരിഷ്കൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ സൊസൈറ്റി, ആ സമൂഹം അവിടുത്തെ മുതിർന്ന പൗരന്മാരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കണക്കാക്കിയാണ്. സാർ, 3-4 വർഷം കഴിയുമ്പോൾ ഈ കേരളം ഈ രാജ്യത്തോട് മുഴുവൻ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇന്ത്യയിലെ ഏറ്റവും പരിഷ്കൃതമായ സമൂഹമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതൊരു ഔദാര്യ വെൽഫെയർ സ്കീമല്ല, മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല. അത് അവരെ കൂടി നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാക്കുന്ന ഒരു സിൽവർ ഇക്കോണമിയാണ്. അത് രാജ്യത്തിന്റെ ഏറ്റവും മോഡലായി കേരളത്തിൽ നമ്മൾ തുടക്കമിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സാർ, നമുക്ക് ഒരുപാട് സ്വപ്ന പദ്ധതികൾ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിരുന്നു. അത് വേറെ ആരുടെയെങ്കിലും പ്രകടന പത്രികയിൽ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതികൾ ഇതിനകത്തുണ്ട്. സാർ, എന്താണ് കേരളത്തിന്റെ സവിശേഷത? നമുക്ക് ചില അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലമില്ല എന്നുള്ളതാണ്. നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്, ജനസാന്ദ്രതയാണ്. പല സംരംഭങ്ങളും തുടങ്ങാനുള്ള ബുദ്ധിമുട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ലാൻഡാണ്. സാർ, നമ്മുടെ സവിശേഷതകളോ? നമുക്ക് 600 കിലോമീറ്റർ തീരപ്രദേശമുണ്ട്, കടലാണ്. നമുക്ക് 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി തുറമുഖങ്ങളുണ്ട്. സാർ, ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം എന്നതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ സ്വപ്നം. തുറമുഖ നഗരമാക്കി മാറ്റണം. സാർ, 1-ാം ഘട്ടത്തിൽ നമ്മുടെ റോഡുകൾ, ഹൈവേ വരികയാണ്, റോഡുകൾ നിബിഡമാണ് വാഹനങ്ങൾ കൊണ്ട്. സാർ, അതിൽ 50% ലോജിസ്റ്റിക്സ് എങ്കിലും നമുക്ക് കടൽ വഴിയാക്കണം. റോഡിലൂടെ കൊണ്ടുപോകുന്നതിന്റെ 4/1 ചെലവിൽ കടലിലൂടെ കൊണ്ടുപോകാൻ പറ്റും, റോഡ് ഫ്രീ ആവും. 2-ാം ഘട്ടത്തിൽ നമുക്ക് ക്രൂസ് ഷിപ്പിംഗ് തുടങ്ങണം, നമുക്ക് ടൂറിസം തുടങ്ങണം, പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകണം. 3-ാം ഘട്ടത്തിൽ കേരളത്തിലെ നദികളുമായി അതിനെ സംയോജിപ്പിച്ചുള്ള വളരെ വിശദമായ ഒരു ടൂറിസം പ്രോജക്റ്റ് ഉണ്ടാകണം. കടലിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകുവാൻ കഴിയുന്ന പ്രോക്സിമിറ്റിയുള്ള ടൂറിസത്തെ കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പദ്ധതി. കേരളം ഒരു തുറമുഖ നഗരമായി മാറ്റുമ്പോൾ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതിനോടനുബന്ധിച്ചുള്ള ലോജിസ്റ്റിക് പാർക്കുകൾ ഉണ്ടാകും, ഫിഷറീസ് എക്സ്പോർട്ടുകൾ ഉണ്ടാകും. ഒരുപാട് നമുക്ക് വാല്യൂ ആഡഡ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖങ്ങളാക്കി നമ്മുടെ തുറമുഖങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. സാർ, ദുബായിലെ തുറമുഖം, ദുബായ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അവരുടെ GDP-യിലേക്ക് നടത്തുന്ന കോൺട്രിബ്യൂഷൻ 28% ആണ്. 28% മൊത്തം GDP-യിലേക്ക്, ദുബായിയുടെ GDP-യിലേക്ക് ദുബായ് പോർട്ട് മാത്രം കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ആ ടോട്ടൽ GDP-യുടെ 28% ആണ്. സാർ, നമുക്ക് അതുപോലെ തന്നെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് ഈ ചെറിയ സംസ്ഥാനത്ത്. സാർ, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിൽ 2 സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്, കണ്ണൂരും കൊച്ചിയിലും.
സാർ ഞങ്ങൾ 27 ഏവിയേഷൻ പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഏവിയേഷൻ പ്രോജക്റ്റുകൾ നടത്തി സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റണം എന്നത് UDFന്റെ സ്വപ്നമാണ്. സാർ നിങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു മലയാളിയാണ് മാനേജിംഗ് ഡയറക്ടർ. ആ ബാംഗ്ലൂർ എയർപോർട്ട് മാത്രം ഡെവലപ്പ് ചെയ്ത് കർണാടകത്തിലെ GDPയിലേക്ക് ബാംഗ്ലൂർ എയർപോർട്ടിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5% ആണ്. ഒരു എയർപോർട്ട് മാത്രം കൊടുക്കുന്ന സംഭാവനകൾ, അതും ലോജിസ്റ്റിക്സും മറ്റ് ഒരുപാട് മാർഗങ്ങളിലൂടെയാണത്. വിമാനം വന്നിറങ്ങുകയും വിമാനം ആളുകൾ കയറിപ്പോവുകയും ചെയ്യുന്ന സ്ഥലത്തിനപ്പുറത്തായിട്ട് ഏവിയേഷൻ പോസിബിലിറ്റീസ്